എൻ്റെ കെട്ടിയവൻ്റെ കൂടിയ പിന്നെ ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ചക്ക. ഇതിനു മുമ്പ് നീ ചക്ക തിന്നിട്ടില്ലേ എന്നൊരു ചോദ്യത്തിലാണ് എൻ്റെ ഒരു നോട്ടം വന്നത് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ വേറൊരു കാര്യം കണ്ടത്, കളയാൻ വെച്ചിരുന്നതിന്ന് കൂണെടുത്ത് കടിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ എന്ത് കഴിച്ചില്ലെങ്കിലും ഇത് കഴിക്കുമ്പോൾ പ്രത്യേക സ്വാദാന്ന് പറയും അമ്മ. അതിനൊട്ടിനാണെങ്കിൽ സിജിമാമരോടേക്ക് വരണം എന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നേ. കുറച്ചും കൂടെ വലുതായിട്ട് വേണം ഇവരൊക്കെ കൊണ്ട് നിർത്താൻ വേണ്ടിയിട്ട്. പാറുവിനെ ഞാൻ കാർത്തിരോടേക്ക് ആക്കുകയാണ്. അവൾക്ക് ഭയങ്കര വാശിയായിരുന്നു ചേച്ചിയോടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ എത്തിയപ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടുണ്ടായി. പക്ഷേ എനിക്ക് കാറിലിരുന്ന് വൊമിറ്റ് ചെയ്യാൻ വന്നിട്ട് തല കിറിഞ്ഞിരിക്കുകയായിരുന്നു. വേഗം തന്നെ വന്നിട്ട് അച്ചാർ കോരി തിന്നപ്പോഴാണ് ഒന്ന് സമാധാനമായത്. കത്തിൽ ഇങ്ങനെയൊക്കെയായിരുന്നു, എല്ലാ ശനിയും ഞായറും പാറുമോളെ കൊണ്ട് നിർത്തണം, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും വലിയ പാറിൻ്റെ വക ഇങ്ങനെ ഒരു കത്തുണ്ടായിരിക്കും കേട്ടോ. ഞാനാണെങ്കിൽ പനിക്കേണ്ട എല്ലാ ലക്ഷണങ്ങളുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര വീക്കായിരുന്നു. അവളൊക്കെ ഇന്നൊരു പനിയുടെ മരുന്നും കൂടെ വാങ്ങിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നത്. പാറുവാണെങ്കിൽ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. അവൾ ഞാനില്ലാതെ നിൽക്കുന്ന ഒരേ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ചേച്ചിയുടെ വീട്ടിൽ വന്ന് കാലൊന്ന് നിവർത്തി വെച്ചിരുന്ന് ഇനി മക്കളെ നോക്കിക്കോളൂ, നിങ്ങളുടെ പാടായെന്നും പറഞ്ഞിട്ടോ. പെറോട്ടയും ബീഫ് അമ്മ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് ഉണ്ടെങ്കിൽ പോലും അമ്മ വെച്ചിരുന്ന മീൻകറിയും കൂട്ടിയിട്ടാണ് ഏട്ടൻ പെറോട്ട കഴിച്ചത്. മീൻകറി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റിയാക്ഷനാണ് കാണുന്നത് അമ്മയ്ക്ക്. പിന്നെ ഭയങ്കര സന്തോഷമായി. ഞാൻ പിന്നെ നമ്മുടെ ഇവിടുത്തെ ദിവാൻകുട്ടിക്ക് ഒരു കവർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 4 പില്ലോസ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള വെൽവെറ്റിൻ്റെ മെറ്റീരിയലാണ്. ഇവിടെ ഞാനും പിള്ളേരും വരുമ്പോൾ പിള്ളേർ ഗുസ്തിയും പറഞ്ഞിട്ട് ഈ ദിവാൻകോട്ട് ഏകദേശം ഒരു വിധാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കവറും കൂടി ഇട്ട് പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ദിവാൻകോട്ടിനാണ് ഇത് കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇതിനും യൂസ് ചെയ്യാൻ പറ്റും. ഇതിലൊരൊറ്റ പില്ലോ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി പില്ലോ കവർ ഞാൻ വീട്ടിലേക്ക് കൊടുത്തയച്ചേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പം നാത്തൂനും അനിയനും അവരുടെ ഒരു കസിൻ്റെ വീട്ടിലാണ്. സോ ഞാൻ മാത്രമേ ഉള്ളൂ. ഏട്ടൻ അങ്ങനെ പറഞ്ഞു വെച്ചതിന് ശേഷം ഞാൻ ദേ എടുക്കാൻ പോവാണ്. അമ്മയും അച്ഛനും അവരുടെ സ്ഥിരം സീരിയൽ കണ്ടിട്ടിരിക്കുകയാണ്. കാശിക്കൂട്ടൻ അവിടെ ഇരുന്ന് ഭയങ്കര കളിയിലുമാണ് കേട്ടോ. നമ്മുടെ പാറുമോളൊക്കെ ഒന്ന് വീഡിയോ കോളൊക്കെ വിളിച്ച് കുറേ റീൽസൊക്കെ ഇരുന്ന് കണ്ട് വയ്യാത്ത കാരണം ആ ഒരു പേരും പറഞ്ഞ് അമ്മനെ കൊണ്ട് മസാജിങ്ങും ചെയ്യിപ്പിച്ച് അവരെ കൂടെ കാശിക്കുട്ടനെ കിടത്തി ഞാൻ സുഖമായി കിടന്നു ഉറങ്ങായിരുന്നു ഗൈസ്.